അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ റോ മെറ്റീരിയൽസ് നോക്കാം. ഇതിൽ പേപ്പർ, ഹാൻഡില്, ഗമ്മ്, ഐലറ്റ്, പ്രിന്റ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണുള്ളത്. പേപ്പറിൽ തന്നെ പല ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോ ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വൈറ്റ് ക്രാഫ്റ്റ് പേപ്പർ ഉണ്ട്, പിന്നെ ഇമ്പോർട്ടഡ് പേപ്പർ, പിന്നെ കളർ പേപ്പർ, ഡ്യൂപ്ലെക്സ് പേപ്പർ, അങ്ങനത്തെ കുറെ ഐറ്റംസ് പേപ്പേഴ്സും സാധനങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ പേപ്പർ ഒക്കെ കാണുന്നുണ്ടോ, ഇതാണ് ബ്രൗൺ പേപ്പർ. ബ്രൗൺ പേപ്പർ എന്നത് 2 ഷെയ്ഡിലൊക്കെ ഉണ്ട് സംഭവം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒറ്റ കളർ പ്രിന്റ് ഒക്കെ വരുക കാണുന്നുണ്ടല്ലോ, ഒറ്റ കളർ പ്രിന്റേ വരുന്നുള്ളൂ. ഇതാണ് വൈറ്റ് ക്രാഫ്റ്റ് പേപ്പർ കേട്ടോ. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം, എന്താണോ വേണ്ടി അതൊക്കെ പ്രിന്റ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ആണെങ്കിൽ അതിലുള്ള ഫോട്ടോസോ മോഡൽസിൻ്റെതോ എല്ലാ സാധനവും പ്രിന്റ് ചെയ്യാൻ പറ്റിയ, എല്ലാ കളറിലും പ്രിന്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ വൈറ്റ് ക്രാഫ്റ്റ് പേപ്പർ. ഇതാണ് നമ്മൾ ഡ്യൂപ്ലെക്സ് പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ പേപ്പർ കേട്ടോ. ഇതും മൾട്ടി കളർ ആയിട്ടൊക്കെ പ്രിന്റ് ചെയ്യാം, മറ്റേ നമ്മളെ വൈറ്റ് ക്രാഫ്റ്റിന്റെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന് കുറച്ചുകൂടി കട്ടിയുണ്ട്, മറ്റേ ഇത്ര കട്ടിയില്ല. ഇത് കുറച്ചുകൂടി കട്ടിയൊക്കെ നമ്മളെ ജ്വല്ലറിയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു കവറിന്റെ ഒരു കട്ടിയൊക്കെ ഉള്ള നല്ലൊരു പേപ്പറാണ്. പിന്നെ നമുക്ക് ഈ പേപ്പർ ബാഗിന് വേണ്ടിയത് ഹാൻഡിൽസ് ആണ്, കാരണം ഇങ്ങനെ കൈ തൂക്കി പിടിക്കണമല്ലോ. അപ്പൊ അതിനും ഇതാ വൈറ്റ് ക്രാഫ്റ്റിന്റെ ബ്രൗൺ ക്രാഫ്റ്റിന്റെ ഒക്കെ പേപ്പർ ഹാൻഡിൽസ് അറിയാം കേട്ടോ, പേപ്പർ ഹാൻഡിൽസ് ഒക്കെ ഉണ്ട്. പിന്നെയുള്ള ഹാൻഡിൽസ് ആണ് ഈ നെയിലോൺ ഹാൻഡിൽസ് കേട്ടോ. അത് നമ്മുടെ ഷൂവിന്റെ അറ്റത്തൊക്കെ ഉള്ള സാധനം പോലത്തെ ഈ ടിപ്പിഡ് സാധനം വരുന്നിട്ടുള്ള ഹാൻഡിൽസ് ആണ്. പിന്നെ ഇതേപോലെ നൈലോൺ ഹാൻഡിൽസ് ആണ്, നമ്മൾ കെട്ടിടുന്ന ഹാൻഡിൽസും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെയാണ് ഹാൻഡിൽസ് വരുന്നത്. പിന്നെ പോലത്തെ ഗമ്മൊക്കെ ആണ് ആവശ്യം, പക്ഷെ ഫെവിക്കോളിനൊക്കെ നല്ല എക്സ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് ചെലവൊക്കെ കുറഞ്ഞിട്ട് നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇങ്ങനത്തെ കുറെ ഗമ്മുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ പേപ്പർ ബാഗിൽ നമ്മൾ ഈ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇടല്ലോ, അപ്പൊ ആ ഹോൾസിനാണ് കീറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഐലറ്റുകളൊക്കെ യൂസ് ചെയ്യും. അപ്പൊ ഇതാ ഇങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ യൂസ് ആയിട്ട് വരുന്ന റിബറ്റുകളാണ് ഈ 3 കളറിൽ കാണുന്ന സാധനങ്ങൾ. ബ്ലാക്ക്, സിൽവർ, ഗോൾഡൻ, ഈ 3 കളറിലാണ് കോമൺ ആയിട്ട് മാർക്കറ്റിൽ എല്ലാവരും യൂസ് ചെയ്ത് പോകുന്ന ഐലറ്റുകൾ. പിന്നെ ഇത് വേറെ കുറെ കളേഴ്സിൽ അവൈലബിൾ ഒക്കെ ആണ് കേട്ടോ. അപ്പൊ കണ്ടോ, നമ്മളാ ഈ ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ഈ കീറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത ഒരു സംഭവമാണ്. ഇതാ ഇതുപോലെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കട്ടിംഗ് വേസ്റ്റ് ഇല്ലാണ്ട് നിങ്ങൾ പേപ്പർ ബാഗിന് വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ ഈ ബാഗിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10 വീതി, 13 ലെങ്ത്, പിന്നെ ഈ സൈഡ് ഗസറ്റ് 4. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഒരു പേപ്പർ ബാഗ് കട്ട് ചെയ്യാൻ എത്രയൊക്കെ വേണ്ടി വരും, പേപ്പർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു എക്സാമ്പിൾ കാണിച്ചത്. ഈ ബാഗിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 10 ഇവിടെ കണ്ടോ 4, ഈ ഭാഗം 10, ഇവിടെ 4. അപ്പൊ 10ഉം 4ഉം 10, 4, 28. അപ്പൊ ഇവിടെ ഒരു ഇഞ്ച് നമുക്ക് ഒട്ടിക്കാൻ കൂടി വേണം. അപ്പൊ മൊത്തത്തിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അളവ് എന്ന് വെച്ചാൽ 29 ആണ്. 10 ഇവിടെ സൈഡിൽ 4, ഇവിടെ 10, ഇവിടെ 4, പിന്നെ 1 ഇഞ്ച് ഒട്ടിക്കാൻ. ഇങ്ങനെ നീളത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ 13 ഇഞ്ച്. പിന്നെ നമുക്ക് നൈലോണിന്റെ ഹാൻഡിലാണ് വരുന്നതെങ്കിൽ 1 ഇഞ്ചിനെ ഉള്ളിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പൊ 13 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കാൻ. പിന്നെ ഈ അടിഭാഗത്ത് വരെ എങ്ങനെയാന്ന് വെച്ചാല് ഈ സൈഡ് ഗസറ്റ് ഉണ്ടല്ലോ, ഇത് 4 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇവിടെ അധികമായിട്ട് വരാതൊക്കെ വേണ്ടിട്ട് അടിഭാഗം നമ്മൾ 3 ഇഞ്ച് എടുക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് 3, 13, 1 ഇഞ്ച് നൈലോണിന്റെ ഹാൻഡിലാണെങ്കിൽ കേട്ടോ 1 ഇഞ്ച് മടക്കാൻ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 1, 13, 14, 14, 3, 17 ഇഞ്ച് നമുക്ക് വരും. ഇങ്ങനെ നീളത്തിൽ നോക്കുന്ന സമയത്ത് മറ്റേത് 29, ഇത് 17. അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു മീഡിയം സൈസിൽ വരും. അപ്പൊ ഇതാ ഒരു ഡ്യൂപ്ലെക്സ് ഷീറ്റിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു സൈസിൽ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഷീറ്റ് ആണിത്. ഇത് മൾട്ടി കളർ പ്രിന്റിൽ ചെയ്ത് വെച്ചൊരു പേപ്പർ ഷീറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വലുപ്പത്തിലുള്ള പേപ്പർ ഷീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു സൈസിലുള്ള പേപ്പർ ബാഗ് ഉണ്ടാക്കാം. ഇതിങ്ങനെ നോക്കിയാൽ 29 ഇഞ്ച് ഉണ്ടാവും, ഇങ്ങനെ നീളത്തിൽ 17 ഇഞ്ച് ഉണ്ടാവും. അതാണ് നമ്മളെ 10, 13, 4 ആ സൈസിലുള്ള പേപ്പർ ബാഗ്. ഇവിടുന്ന് കുറെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടില്ലേ, ഇതിലേക്കാണ് നമുക്ക് പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യേണ്ടി. ഇപ്പോൾ ഞാൻ പറഞ്ഞ സൈസാണ്. ഇത് 10, ഇത് 4, ഇത് 10, ഇത് 4. ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള 1 ഇഞ്ച്. ഇത് കണ്ടോ മുകളിലേക്ക് മടക്കി വെക്കാനുള്ള 1 ഇഞ്ച്. അതിലുള്ള ഈ വരകളൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഫോൾഡ് ചെയ്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ബാഗ് കിട്ടും. അപ്പൊ കണ്ടില്ലേ, സ്മോൾ സൈസില്, മീഡിയം സൈസില്, ലാർജ് സൈസിലൊക്കെ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഫോർമാറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത്. ഇപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഈ മീഡിയം സൈസ് വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതും ഇതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ കസ്റ്റമർ വേറൊരു സൈസിലാണ് നിങ്ങളോട് പറയണമെങ്കിലും ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ ഞങ്ങൾക്ക് ഇതാ ഈ പേപ്പർ ഷീറ്റ് വെച്ചിട്ട് ഒരു പേപ്പർ ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു കേട്ടോ. ഇത് 29, 17 സൈസിലുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 10, 13, 4 സൈസിലുള്ള ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പോണേ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ 10, 4, 10, 4 എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ സൈസ് ഉണ്ടല്ലോ, അതിങ്ങോട്ട് മടക്കിച്ച് ഈ 1 ഇഞ്ച് പൊട്ടിക്കേണ്ടതാണ്.
അത് ഈ 10-4 എന്നുള്ള കറക്റ്റ് സെന്റർ മടക്കിച്ച് ഇങ്ങനെ ഒട്ടിക്കാൻ വെച്ചാൽ പുറത്തേക്ക് ഒട്ടിച്ചാൽ ഒരു വൃത്തികേടായി കൊടുക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അത് ഒട്ടിക്കാം. നമ്മൾ ഈ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ 4 ഇഞ്ച് നമ്മളെ സൈഡിലെ സെറ്റ് ഉണ്ടല്ലോ ആ നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ വേറെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ഏകദേശം ഒരു 4 ഇഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സൈഡ് ഫോൾഡ് ചെയ്ത് ഇനി മറ്റേ സൈഡ് ഫോൾഡ് ചെയ്യാൻ ഈ ഫോൾഡ് ചെയ്തെന്നാണ് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മറ്റേ സൈഡിൽ നമുക്ക് 4 ഇഞ്ച് കിട്ടും കണ്ടോ. അപ്പോൾ 2 സൈഡും 4 ഇഞ്ച് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ഈ സെൻറ്ററിൽ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി നിൽക്കുന്ന ലെവലിൽ ഒന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇനിതാ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്താൽ സെൻറ്റർ ഭാഗവും നമ്മൾ ഫോൾഡ് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അടിഭാഗം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് അതിനല്ലേ പറഞ്ഞു. അപ്പോൾ ഇതാ ഒരു 3 ഇഞ്ച് വിടാം. പിന്നെ ഈ ഇവിടെ ഒരു ഫോൾഡിങ് വരും, അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3-2 കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പെൻസിലുകൊണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്ത് കാണിച്ചു തരാണ്. ഇത് സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും ഒക്കെ ആയിട്ട് ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ മിഷനറീസ് അത്രയും ഫാസ്റ്റായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ മാർക്ക് ചെയ്യണമല്ലോ, അങ്ങനത്തെ ഒക്കെ കുറേ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിനോട് അപ്പോൾ നമുക്ക് മെഷീൻ ചെയ്ത് തരികയാണെങ്കിൽ കണ്ടോ ഫോൾഡിങ് മാർക്സ് ഒക്കെ കറക്റ്റായിട്ട് മെഷീൻ നമുക്ക് ചെയ്തു തരും. അപ്പോൾ അങ്ങനത്തെ മാർക്ക് ചെയ്ത് അളന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് മെഷീൻ ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇത് ഒട്ടിക്കേണ്ട പണി മാത്രമേ നമുക്കുള്ളൂ. പിന്നെ അതിപ്പോൾ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഷീൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഉണ്ടാക്കുന്ന ബാഗ് എങ്ങനെയാണോ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ 2 ഇഞ്ചിലും 3 ഇഞ്ചിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടോ മതി. പിന്നെ അത് അവിടെ ഒരു മാർക്ക് ഇട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഫോൾഡ്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഇതാ ഇവിടെ നമ്മൾ ഈ 3-2-5 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ 2 വിരൽ വെച്ചിട്ട് ഇവിടെ ഒരു വി ഷേപ്പിൽ നമുക്കൊരു സംഭവം കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇപ്പോൾ 2 സൈഡിലും ഇങ്ങനെ വി ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാം. പേപ്പർ ബാഗ് നമുക്ക് ഇങ്ങനെ കിട്ടിച്ച് നമ്മളിതാ ഈ സൈഡ് ഇങ്ങോട്ടോ പിന്നെ ഇതാ ഇവിടെ നിന്നോട്ടും ഇതും ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും എടുത്ത് മടക്കാം, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും എടുത്ത് മടക്കാം. എന്നിട്ട് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ഒട്ടിക്കണം. നമുക്ക് ഈ 2 സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇവിടെ ഒന്നായിട്ട് ഗം തേക്കണം. ഈ സൈഡിൽ കുറച്ച് നല്ലോണം ഇവിടെ ഒക്കെ തേക്കണം. ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് ഈ സൈഡ് ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ മാനുവലായി ചെയ്തുകൊണ്ടാട്ടോ നല്ല പ്രവർത്തനം ഒട്ടിക്കുന്നത്. ഇതൊക്കെ മെഷീൻസിലാണെങ്കിൽ ഈ പ്രസ്സിങ്ങും ഗമ്മലും ഒട്ടിക്കലും ഒക്കെ മെഷീനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പർ ബാഗിന് നമ്മൾ നൈലോണിൻ്റെ ഹാൻഡിലാണ് ഇടുന്നത്. അപ്പോൾ ഈ നൈലോണിൻ്റെ ഹാൻഡിൽ ഇടുമ്പോൾ നമ്മൾ 1 ഇഞ്ച് ഉള്ളോട്ട് മടക്കണം. അപ്പോൾ ഇത് 1 ഇഞ്ച് ഏകദേശം കണക്കാക്കിച്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതാ 1 ഇഞ്ച് നമുക്ക് ഉള്ളോട്ട് മടക്കട്ടോ. അപ്പോൾ അത് അത്രയും പെട്ടെന്ന് നമ്മളിതാ പേപ്പർ ബാഗ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പേപ്പർ ബാഗ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിന് ഹാൻഡിലൂടി വെച്ചാൽ അപ്പോൾ ഇതാ ഈ പേപ്പർ ബാഗിന് ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മെഷീനിലാണെങ്കിൽ ഇത് മാർക്ക് ചെയ്ത് ഐലറ്റൊക്കെ ഇതിൽ ഓൾറെഡി ഫിക്സ് ആയിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഇതാ നമ്മൾ ഈ പേപ്പർ ബാഗിൻ്റെ ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഈ പേപ്പർ ബാഗിന് നമ്മൾ ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഹൈലൈറ്റ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഇതിൽ ഇടും കേട്ടോ. ഞാനാവുന്നിട്ടില്ല, ജസ്റ്റ് ഹാൻഡിൽ ഇട്ട് കാണിച്ചു തരാം. നമ്മൾ ഹാൻഡിൽ ഇടാൻ പാടില്ല, ഇത് മറ്റേ ടിപ്ഡ് ഹാൻഡിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് കെട്ടൊന്നും ഇടണ്ട, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ ഹോൾസിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വന്നാൽ ഇത് ലോക്കായിട്ടോ. അതേപോലെ ഈ സൈഡും ചെയ്യാം. ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോക്ക്. അങ്ങനെ നമുക്ക് 2 ഹാൻഡിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ മാനുവലായിട്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഇനി നമുക്ക്